തട്ടുകട നമ്മളൊരു അരിക്കടയിലാണ് ഇപ്പോൾ ഉള്ളത്. അരികളുണ്ട്, പാലക്കാടൻ മട്ട അല്ലേ? പാലക്കാടൻ മട്ട. ഇതാണ് പാലക്കാടൻ മട്ട. അതെ, പാലക്കാടൻ മട്ട. കൊട്ടാരം റൈസ് മില്ല്. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടം? കച്ചവടമൊക്കെ വളരെ സ്ലോ ആണ്. ഓൺലൈൻ ബിസിനസ്സുകൾ കൂടിയ കാരണം അങ്ങാടിത്തെ ബിസിനസ് ഒക്കെ. അരിക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടോ? അരിക്കും ഉണ്ട്. അരിക്കും ഓൺലൈൻ ബിസിനസ്സിലുണ്ട്. അത് ചെറിയ തട്ടുകട, നമുക്കൊരു ക്ഷീണം. അത് ഈ അങ്ങാടിത്തെ ഹോൾസെയിൽ ബിസിനസ്സിന് ക്ഷീണമാണ്. എന്താണെന്ന് വെച്ചാൽ അവര് ബ്രാൻഡും കാര്യങ്ങളും ഇല്ലാണ്ട് അങ്ങനെ. ഏറ്റവും കൂടുതൽ പാലക്കാട് പോകുന്നത് ഏതരിയാ? ഏറ്റവും കൂടുതൽ പോകണത് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല. മറ്റേ നല്ല പൊന്നിയരിയാണ് ഇവിടെ കൂടുതൽ ഡിമാൻഡ്. ചോയ്സ് അല്ലേ? പൊന്നിയരി എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത നീളമുള്ള അരി. നൈസ് പൊന്നിയരി, SSK റൈസ് മില്ല്, കാങ്കയോ, SS അങ്ങനെ നിറയെ പൊന്നിയരി. പാലക്കാടിനെ സംബന്ധിച്ച് പൊന്നിയാണ് കൂടുതൽ ഡിമാൻഡ്. പൊന്നിക്കാണ്. പൊളിറ്റിക്കലി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആർക്കാണ്? തെരഞ്ഞെടുപ്പില്ല. ഇതിനോട് നമുക്ക് താല്പര്യമില്ല. വോട്ട് ചെയ്യാൻ എന്ത് വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക എന്നാണ് നിങ്ങൾ കരുതുക? വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മനസ്സിലൊരു വിഷയം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? അങ്ങനെ ഒരു വിഷയമൊന്നും കാണാനില്ല. എന്താ വെച്ചപ്പോൾ ഏറി വന്നു വെച്ചപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു ഇലക്ഷനെ നേരിടാന്ന് പറഞ്ഞാൽ അത് അങ്ങാടിക്കുള്ള ഒരു ക്ഷീണമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതിൽ വോട്ടിനകത്ത് രേഖപ്പെടുത്തുമ്പോൾ ഒരു പ്രതിഷേധമായിട്ട് വരുമോ? പറയാൻ പറ്റില്ല. അങ്ങനെ ആ സമയത്ത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. BJPക്ക് ഒരു മുൻതൂക്കമുണ്ടെന്ന് ചിലർ പറയുന്നു, UDFന് മുൻതൂക്കമെന്ന് ചിലർ പറയുന്നു, സരിൻ അടിച്ചു കയറി വരുമെന്ന് പറയുന്നു. നേരത്തെ ആര് വന്നാലും നമുക്ക് സന്തോഷമേ. ഓക്കെ, എന്തായാലും ടൈറ്റ് മത്സരമായിരിക്കും അല്ലേ? പറയാൻ പറ്റില്ല, അത് അവരുടെ ചോയ്സ്. ബിസിനസിനെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര കാലമായിട്ട് ബിസിനസ് ചെയ്യുന്നു? ഞാൻ ഒരു 25 വർഷമായിട്ട്. അപ്പൊ എല്ലാ അരികളും ഉണ്ട്. നോക്കുക, അരികളുടെ വ്യത്യസ്തങ്ങളായ അരികൾ. പെട്ടെന്ന് ഇതിന്റെ പേരെന്ന് പറഞ്ഞു പോയി. ഇതെന്താണ്? നാടൻ മട്ട, പച്ചരി, ഇഡ്ലിയരി, ജയേരി, കുറുവേരി, പിന്നെ റോസരി, റോസ് കുറുവ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ഇപ്പം ഞെട്ടും. കുറുവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിലും എറണാകുളത്തും ഇറങ്ങിയിരിക്കുന്ന മോഷണ സംഘങ്ങളുടെ പേരാ. പക്ഷേ ഇതല്ല കേട്ടോ, ഇത് വേറെ അരിയാണ്, കുറുവ അരി. അപ്പോൾ താങ്ക് യു. പ്രൊഡക്ഷൻ ചെയ്യുന്ന കുറുവേരി, ആന്ധ്രയിൽ നിന്നാണ്. അവിടുന്ന് അങ്ങനത്തെ ഒരു നെല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.